എന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞു സിനിമാതാരം എന്നാണ് ഉദ്ദേശിപ്പിച്ചത്. ഞാൻ വളരെ ചെറിയ കാര്യം തുടങ്ങി, സ്കൂൾ തുടങ്ങി തന്നെ 2 വർഷം KSUവിൻ്റെ സ്കൂൾ ലീഡറായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നാട്ടിൽ ഞാൻ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. സേവാദൾ എന്ന് പറയുന്ന സംഘടനയുണ്ട്, കോൺഗ്രസിൻ്റെ ഏറ്റവും അച്ചടക്കമുള്ളൊരു സംഘടനയാണ്. അതിൻ്റെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കേഡറ്റായിരുന്നു ഞാൻ. നമ്മുടെ ഇവിടുത്തെ കാൻഡിഡേറ്റ് രാഷ്ട്രീയത്തിൽ വരുന്നേക്ക് മുമ്പ് തന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം മുരളീധരൻ ചേട്ടൻ സ്റ്റേറ്റ് ചെയർമാനായിട്ടാണ് വരുന്നത്. അതെ, കോഴിക്കോട് നിന്ന് വരുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ എന്തായാലും സേവാദളിലുണ്ടായിരുന്നു. ഞാൻ സ്റ്റേറ്റ് ബെസ്റ്റ് കളക്ടറായിരുന്നു. ഞാൻ എല്ലാ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും ഒക്കെ പങ്കെടുത്ത ഒരാളാണ്. അതിൽ സ്റ്റേറ്റ് തലത്തിലായിരുന്നു എനിക്ക് ബെസ്റ്റ് കളക്ടറായിട്ട് നിയമിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റ് കാണാൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. കാറിൽ പോകാം, ബസ്സിൽ പോകാം, ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. പക്ഷേ ആ പാർലമെന്റിൽ കയറി തൃശ്ശൂർകാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ നിന്ന് K. കരുണാകരൻ്റെ മകൻ K. മുരളീധരനായിരിക്കും പോവും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയുമ്പോൾ നമ്മളങ്ങനെ വിടണം. കാരണം ഇത്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയാനൊന്നുമില്ല, രാഷ്ട്രീയം ഒന്നും പറയേണ്ടായില്ല. രാഷ്ട്രീയം പറയാൻ ഇവിടെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത്, ഏഷ്യാനെറ്റിലൊരു പരിപാടിയുണ്ട്, നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്, വളരെ റേറ്റിംഗ് ഉള്ള പരിപാടിയാണ്, ബിഗ് ബോസ് എന്നുള്ള പരിപാടിയാണ്. അതിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാനതിനെ ചോദിച്ചു, എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ബിഗ് ബോസ് പറയും, നമ്മൾ അനുസരിക്കണം. അപ്പം എങ്ങനെ? ബിഗ് ബോസ് രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണ്, പകലാണെന്ന് പറഞ്ഞാൽ പകലാണ്. ബിഗ് ബോസ് എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേക്കണം, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, ഓടാൻ പറഞ്ഞാൽ ഓടണം. അങ്ങനെയാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാം കേൾക്കണം, അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ബഡായി ബംഗ്ലാവിലെന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ബഡായി ബംഗ്ലാവിലെ അയാൾ പറയണത് അനുസരിക്കണം, അയാളെ എണീറ്റ് പോകാൻ പറഞ്ഞ് എണീറ്റ് പോകണം, നടക്കാൻ പറഞ്ഞാൽ നടക്കണം, ഇരുന്നായിരിക്കണം. അയാൾ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, പകലെന്ന് പറഞ്ഞാൽ പകല്. അങ്ങനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ധർമ്മേനെ പറ്റുമോ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നേട്ടാ, കേരളത്തിൽ ഒരു ബിഗ് ബോസിനെ കൊണ്ട് വർഷങ്ങളായിട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം. അവിടെ ഒരു ബിഗ് ബോസിനെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്കിനി ഒരു അനുഭവം വരാൻ പാടില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ നല്ല മനസ്സോടുകൂടി മാവേലി കാലത്ത് ജീവിച്ച പോലെ അല്ലെങ്കിലും വളരെ മാവേലി സ്റ്റോറിൽ അത്യാവശ്യം സാധനങ്ങളുണ്ടായി ജീവിച്ച ആൾക്കാരാണ് നമ്മൾ. അപ്പം അതും കൂടി ഇല്ലാതെ ജീവിക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ പോക്ക് പോകുന്നത്. ഒരുപാട് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല, രാഷ്ട്രീയം പറയാൻ ഇവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയങ്ങളൊന്നും പറയുന്നില്ല. ബിന്ദുച്ചിനെ പോലെയുള്ള ആൾക്കാരൊക്കെ വളരെയധികം രാഷ്ട്രീയം പറയുന്ന അറിയാൻ പാടില്ല എന്നിട്ടല്ല, പറയാഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടത് ഒരു സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ നിന്നും കേരളത്തിൽ എവിടെ വിത്തിട്ടാലും മുളക്കുന്നു എന്ന് പറഞ്ഞ പോലെ എവിടെ കൊണ്ട് മുളപ്പിച്ചാലും മുളക്കുന്ന ഒരു മരമാണ് K. മുരളീധരൻ എന്ന് പറയുന്നത്. അദ്ദേഹം തൃശ്ശൂരിൻ്റെ ശബ്ദമായിട്ട് പാർലമെന്റിൽ ശബ്ദമുയർത്താൻ അദ്ദേഹത്തിന് അവസരമുണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതിനുവേണ്ടി കുറച്ച് ദിവസം മാറ്റിവെക്കണം. അദ്ദേഹത്തിന് വിജയിപ്പിച്ച് തൃശ്ശൂരിൻ്റെ
പാർലമെന്റ് അംഗമായിട്ട് നമ്മൾ ഡൽഹിയിലേക്ക് വിടണം. അതിന് തക്ക ഗുണം ഉണ്ടാവും. തൃശ്ശൂർ എടുക്കും, തൃശ്ശൂർ കൊണ്ടുപോകും, തൃശ്ശൂർ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരുണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് അറിയാവുന്ന, രാഷ്ട്രീയം അറിയാവുന്ന, എല്ലാം അറിയാവുന്ന ഒരു ഇതിനുവേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ആരാധിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നേതാവിൻ്റെ മകനാണ് അദ്ദേഹം. ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ KPCC പ്രസിഡന്റായിട്ടും മന്ത്രിയായിട്ടും ഒക്കെ മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വലിയ നേതാവാണ്, നായകനാണ്. അദ്ദേഹത്തെ ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് വിജയിപ്പിച്ചു വിട്ടാൽ ഈ നാടിനൊരു നന്മയുണ്ടാവും എന്ന് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.